സഞ്ജുവിനെ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ എടുക്കുന്നത് പേരിന് മാത്രമാണ്. സഞ്ജുവിനെ കളിപ്പിക്കാൻ അവർക്ക് ഉദ്ദേശമില്ല. അവസാനം കളിച്ച ഏകദിനത്തിൽ സഞ്ജു 108 റൺസാണ് അടിച്ചുകൂട്ടിയത്. സെഞ്ചുറി അടിച്ചിട്ടും സഞ്ജു ഏകദിന ടീമിൽ നിന്ന് പുറത്താണ്. T20 സ്ക്വാഡിൽ മാത്രമാണ് സഞ്ജുവിനെ എടുത്തിട്ടുള്ളത്. ശ്രീലങ്കൻ പരമ്പരയിൽ സഞ്ജുവിന് അവസരം കൊടുക്കുന്നില്ല. ഇപ്പോഴിതാ സഞ്ജുവിനെ ഏകദിന ടീമിൽ എടുക്കാത്തതിനെ പറ്റി ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സെഞ്ചുറി അടിച്ചിട്ടും ടീമിന് പുറത്ത്. BCCI സഞ്ജുവിനെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. ഇപ്പോഴിതാ ഇതിനെപ്പറ്റി ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ശ്രീലങ്കൻ ടീം പ്രഖ്യാപിക്കുമ്പോൾ പാണ്ഡ്യ T20 ക്യാപ്റ്റൻ ആകുമെന്നാണ് ഞങ്ങൾ കരുതിയത്. എന്തുകൊണ്ടാണ് പാണ്ഡ്യയെ ഒഴിവാക്കിയത്? ഇത് ശരിയല്ല. അതുപോലെ തന്നെ സഞ്ജുവിനെ എന്തുകൊണ്ട് ഏകദിനത്തിൽ എടുത്തില്ല? ഈ രണ്ട് കാര്യങ്ങളും BCCI ചെയ്തത് ശരിയായില്ല. സഞ്ജു അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, എന്നിട്ടും താരത്തെ പുറത്താക്കി. ഇത് സഞ്ജുവിനോട് കാണിക്കുന്ന നീതികേടാണ്. ഒരു താരം സെഞ്ചുറി അടിച്ചാൽ പോലും ആ താരത്തെ കളിപ്പിക്കില്ലെങ്കിൽ പിന്നെ സഞ്ജു എന്താണ് ചെയ്യേണ്ടത്? BCCIയുടെ ഫേവറേറ്റ് താരങ്ങളെ മാത്രം എടുക്കുന്ന രീതി മാറ്റണം. കഴിവുള്ളവർക്ക് അവസരം കൊടുക്കണം. ഋഷഭ് പന്ത് ഏകദിനത്തിൽ എന്താണ് ചെയ്തത്? ഋഷഭ് പന്തിനേക്കാൾ മികച്ചവൻ സഞ്ജു തന്നെയാണ്, എന്നിട്ട് സഞ്ജുവിനെ പുറത്താക്കി. ഇത് ശരിക്കും ചതി തന്നെയാണ്. സഞ്ജുവിനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യൻ ടീമിൽ എടുക്കേണ്ടത് പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. പന്തിനെ മാറ്റി സഞ്ജുവിനെ ഏകദിന സ്ക്വാഡിൽ എടുക്കണമെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. സഞ്ജുവിനെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. സെഞ്ചുറി അടിച്ചിട്ട് പോലും സഞ്ജു ഏകദിന ടീമിലില്ല. ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. സഞ്ജുവിനെ വളരാൻ BCCI അനുവദിക്കില്ല. പേരിന് മാത്രമാണ് സഞ്ജുവിനെ T20 സ്ക്വാഡിൽ എടുത്തിരിക്കുന്നത്. T20 സ്ക്വാഡിൽ ഋഷഭ് പന്ത് ഉണ്ട്. അതുകൊണ്ട് സഞ്ജുവിന് അവസരം കിട്ടില്ലെന്നത് ഉറപ്പാണ്. വീണ്ടും സഞ്ജുവിന് സൈഡ് ബെഞ്ചിലാണ് സ്ഥാനം. ശ്രീലങ്കൻ പരമ്പര ജൂലൈ 27 ആരംഭിക്കും. സഞ്ജുവിനോട് ചെയ്തത് ശരിയാണോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.